മൈ ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോന്ന് ഞാൻ കുറച്ച് കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹോൾ വീഡിയോ ഉണ്ടോ. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഡ്രസ് ഹോൾ വീഡിയോ വേണോ അല്ലെങ്കിൽ കമ്മലിൻ്റെ ഹോൾ വീഡിയോ വേണോ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ പേരും പറഞ്ഞത് കമ്മലിൻ്റെ ഹോൾ വീഡിയോ മതി എന്നായിരുന്നു കേട്ടോ. ശരി, ഓക്കെ. അപ്പം ഞാൻ കമ്മലിൻ്റെ ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ. ഫസ്റ്റത്തെ ഞാൻ വാങ്ങിയിട്ടുള്ള കമ്മൽ എന്ന് പറയുന്നത് മീഷോന്ന് ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഇയറിങ്ങിൻ്റെ ഈ ഒരു പീസാണ് കേട്ടോ. ഈ ഒരു കമ്മൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു കമ്മലാണ് കേട്ടോ. ഇത് താഴെ നല്ലൊരു ബീഡ്സിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുത്താണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള നമുക്ക് ചുരിദാറിൻ്റെ കൂടെയും നല്ല സൽവാറിൻ്റെ കൂടെയൊക്കെ കിഡിലനായിട്ട് പോകുന്ന ഒരു അടിപൊളി ഒരു കമ്മലാണ്. ഞാൻ വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇയറിംഗ് പീസും കൂടിയാണ് ഈ ഒരു ഇയറിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അതിൻ്റെ സൂമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെ ഈ ഒരു കമ്മലാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ള ട്രൈ ചെയ്ത് നോക്കുന്നു. എനിക്ക് ഈ ഒരു കമ്മൽ കിട്ടിയത് 159 റുപ്പീസിനാണ് കേട്ടോ. ആ ഒരു പ്രൈസിൽ ഈ ഒരു കമ്മൽ വെർത്താണോ ചോദിച്ചാൽ അതിനേക്കാളും വെർത്താണ്. അപ്പോൾ ഈ ഒരു കമ്മലൊക്കെ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പോയാലും ഒരു 200 റുപ്പീസിൻ്റെ മേലെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു 159 റുപ്പീസിന് ഈ കമ്മൽ വേർത്താണോ ചോദിച്ചാൽ വേർത്താണ്. ഞാൻ വാങ്ങിയിട്ടുള്ളതിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മലാണ് ഇതിൻ്റെ. എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ മീഷോന്ന് വാങ്ങുമ്പോൾ അതിന് നമ്മൾ അവർ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെയാണ് ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. ഇട്ടിട്ടുള്ള ഫോട്ടോസ് വളരെ കുറവാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസിലല്ല നമുക്ക് കിട്ടിയത് കേട്ടോ. എനിക്ക് കിട്ടിയ സൈസ് ഭയങ്കര ലാർജ് ആയിട്ടുള്ള സൈസാണ്. അതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് കിട്ടിയത് ഈ ഒരു ഇയറിംഗ് പീസാണ്. പിന്നെ വേറൊരു ഇയറിംഗ് പീസും ഉണ്ട് കേട്ടോ കിട്ടിയത്. ബാക്കിയെല്ലാം ഭയങ്കര ലോങ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ലോങ് ഇയറിങ്സ് ഒക്കെ ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ആണ്, കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ കുറച്ച് ലോങ് ആയിപ്പോയി, അത്രേ ഉള്ളൂ. എന്ന് പറയുന്നത് ഇതുപോലെയാണ് പാക്കേജിങ് വരുന്നത് കേട്ടോ. നല്ല രീതിയിൽ തന്നെയാണ് അവർ പാക്കേജിങ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു കമ്മലിൻ്റെ കൂടെ ചെറിയൊരു കമ്മലും കൂടി ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഒരു ഇയറിംഗ് പീസാണ് കേട്ടോ. ഞാനിതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് വാങ്ങിയത്. പക്ഷെ കുറച്ച് ലാർജായി പോയി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ള ഒരു കമ്മൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് വന്നപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് കേട്ടോ. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന അതേ ഡിസൈൻ അതേ ഇത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി. അപ്പം നല്ല ലെങ്ത്തായിട്ട് ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഈ താഴത്തെ ഈ ഒരു ഇതൊക്കെ ഈ താഴത്തെ ഈ ഒരു ജിമിക്കിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് വളരെ വലുതാണ് കേട്ടോ. നല്ല വലുതാണ്. നമ്മൾ കാണുന്ന പോലെ ഇതിൽ ഫോട്ടോയിൽ കാണുന്ന പോലെ എന്നല്ല, വളരെ വലുതാണ്. പക്ഷെ ഇതിൻ്റെ ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും കൂടിയും നല്ല വൈഡ് ആയിട്ടുള്ള നെക്കും അതുപോലെ തന്നെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള നല്ല അനാർക്കിലേക്കാണെങ്കിൽ അതിനു കൂടിയൊക്കെ നന്നായിട്ട് സൂട്ടായി പോകും. നെക്കിലൊന്നും നമ്മളെ കഴുത്തിലൊന്നും മാലയൊന്നും ഇടാതെ കമ്മൽ മാത്രമായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മൽ നന്നായിട്ട് സൂട്ടായിട്ട് പോകും കേട്ടോ. നമ്മൾ അത്രയും നല്ല ലെങ്ത് ഉണ്ടല്ലോ. പിന്നെ ഇതിൽ വൈറ്റ് കളർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മൽ വന്നിട്ട് ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയാണ്. ഓക്സിഡൈസ്ഡ് സിൽവർ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ കളറൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണോ ചോദിച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അത്ര ഹെവി ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ എനിക്ക് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, റേറ്റ് കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. 131 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആ ഒരു പ്രൈസിൽ ഇത് നല്ല ഒരു പീസാണ്, ഇയറിംഗ് പീസാണ്. ഞാനിത് ഇട്ടിട്ട് കാണിച്ചു തരാം. വൈഡ് നെക്കായിട്ടുള്ള ഒരു അനാർക്കലിയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി നന്നായിട്ട് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കോളർ ഉള്ളതുകൊണ്ട് അത്ര നന്നായിട്ട് ഉണ്ടാവില്ല. പക്ഷെ കാണാൻ നമ്മുടെ ഫേസിനൊക്കെ നന്നായിട്ടുണ്ട്. നല്ല കുട പോലത്തെ നല്ലൊരു ജിമിക്ക. എന്തായാലും ഇതിട്ടിട്ട് പോയാൽ എല്ലാവരും നമ്മൾ നോക്കൂട്ടോ. കാരണം അത്രയും ലെങ്ത് ഉണ്ട്. ലെങ്ത്തൊക്കെ നല്ല ലെങ്ത്തിൽ കമ്മലൊക്കെ ഇടാൻ താല്പര്യമുള്ളവരാണ് ഈ ഒരു കമ്മൽ സൂപ്പറാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ ഡിസൈൻ ആയാലും എന്തുകൊണ്ടും ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഒട്ടും ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വൈഡ് ലെങ്ത് ആയിട്ടുള്ള ഒരു അനാർക്കിലേക്ക് ഇട്ടിട്ട് വെച്ച് പെയർ ചെയ്ത് പോവുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇട്ടപ്പോൾ എനിക്ക് നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഏതാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം.
അപ്പോൾ നല്ല പാക്കേജിങ് തന്നെയാണ് കേട്ടോ. ഒട്ടും ഡാമേജ് ആക്കുന്ന രീതിയിലുള്ള ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെ പാക്കേജിങ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റത്തെ കമ്മൽ എന്ന് പറയുന്നത് ഈ ഒരു കമ്മലാണ്. ഇതും കുറച്ച് വലിയ ഒരു കമ്മൽ തന്നെയാണ്. അതിലവർ കാണിക്കുമ്പോൾ നമുക്ക് അത്രയും വലുതാണെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുന്നില്ല. പക്ഷെ അതിൻ്റെ പേര് പീക്കോക്കിൻ്റെ, ഇത് സ്റ്റഡിൻ്റെ അവിടെ പീക്കോക്കിൻ്റെയാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. താഴെയും പീക്കോക്കിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓക്സിഡൈസർ തന്നെയാണ്. സിൽവർ കളറാണ് ഇതിൽ വരുന്നത്. പിങ്കും ഓറഞ്ചും ജസ്റ്റ് ഒരു എന്താ പറയുക സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ അടിയിൽ നല്ല ബീഡ്സിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു റേറ്റിൽ നമുക്ക് വലിയ കമ്മലൊക്കെ ഇടാനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ലൊരു കമ്മലാണ് കേട്ടോ. അത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട്, അതായത് സിമ്പിൾ ഡ്രസ്സിൻ്റെ കൂടെ സിമ്പിളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മൽ നന്നായിട്ട് സ്യൂട്ടായിട്ട് പോകും. നമുക്ക് സൽവാറിൻ്റെ കൂടെയും കുർത്താസിൻ്റെ കൂടെയും എല്ലാത്തിനും കൂടി നന്നായിട്ട് സ്യൂട്ടായിട്ട് പോകും ഈ ഒരു കമ്മൽ. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാനിവിടെ കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇടുമ്പോൾ ഹെവിനെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇതിട്ടിട്ട് കാണിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മൽ. അപ്പോൾ ഈ ഒരു കമ്മൽ എന്ന് പറയുന്നത് കുറച്ച് നന്നായിട്ട് നല്ല റൗണ്ടിൽ തന്നെ നമുക്ക് ഒരു കൈയിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിടാൻ പറ്റൂട്ടോ. അത്രയധികം റൗണ്ടിലാണ് ഇതിൻ്റെ വലിപ്പം വരുന്നത്. ഇതിൻ്റെ അവർ ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് ഇത്ര തോന്നിയില്ല. ഈ ഒരു കമ്മൽ ഞാൻ കുറേ പേരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കമ്മൽ ഇടുമ്പോൾ നല്ല രസമുണ്ടോ, ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗോൾഡൻ കളർ. ഈ ഒരു കുർത്തൻ്റെ കൂടെ ഇത് പോവില്ല, പക്ഷേ സിൽവർ സൽവാറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കമ്മൽ. നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു കമ്മലാണ് കേട്ടോ. നോക്കാം ഏതൊക്കെയാണെന്ന് ഓർമ്മയില്ല. കോംബോ സെറ്റായിട്ട് വരുന്ന 4 പീസസ് ഓഫ് ഇയറിങ്സ് ആണ്. ഇത് സ്റ്റഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റഡ് ടൈപ്പിൽ ഈ ഒരു റേറ്റിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങി നോക്കിയതാണ്. ഇത് 4 സെറ്റ് ഓഫ് കമ്മലിന് എത്രയോ റേറ്റ് ഞാൻ ഓർമ്മയില്ല. ഞാൻ ഇവിടെ കൊടുക്കാം, ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ 4 എണ്ണമാണ് വരുന്നത്. ഫസ്റ്റത്തെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഈ ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഇത് നല്ല താമരൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അടിയിൽ സിൽവർ കളർ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇട്ട് കാണിച്ചു തരാം. ഞാൻ ഗോൾഡൻ കളർ ഡ്രസ്സ് ഇട്ട് പോയി, അതിനൂടെ മാച്ചായി പോവില്ല. ഓക്കെ, എന്നാലും ഇട്ട് കാണിച്ചു തരാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളത് കാതിൽ ഇട്ടിട്ടുണ്ട്, നമ്മളിത് കണ്ടെന്ന് അറിയേ പോലും ഇല്ല. അത്രയും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു കോംബോ സെറ്റിൽ ഈ ഒരു കമ്മൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു ഇയറിങ്, നല്ലൊരു താമരൻ്റെ ഡിസൈനാണ് വരുന്നത് കേട്ടോ. ഈ ഒരു റേറ്റിൽ നല്ലൊരു കമ്മൽ തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കോംബോ സെറ്റായിട്ട് വാങ്ങണം, ഡെയിലി മാറി ഇട്ടിട്ട് പോകണമെന്നുണ്ടെങ്കിലൊക്കെ പർച്ചേസ് ചെയ്യാവുന്ന ഒരു കോംബോ സെറ്റും കൂടിയാണ് ഇത്. അപ്പം നെക്സ്റ്റത്തെ കമ്മൽ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് വേറെ ഒരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ. ഇത് കണ്ടോ? ഓക്കെ, ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കമ്മലാണ് കേട്ടോ. ഈ ഒരു കോമ്പോസിറ്റിൽ വരുന്നത്. ഇതിൻ്റെയൊക്കെ ഞാൻ സൂം ചെയ്തിട്ടുള്ളത് വേറെ ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം, വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഈ ഒരു കമ്മലാണ്. നല്ലൊരു പാക്കേജിങ് ആണ്. അതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു കമ്മലും കൂടിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ബ്ലാക്ക് കളറിൽ ഇതുപോലെ ഒരു താഴെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ സ്റ്റോൺ ആണ് വരുന്നത്. ഓക്സിഡൈസ്ഡ് സിൽവർ ആണ് കളർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മൽ വരുന്നത് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു എല്ലാത്തിനും കൂടിയും സ്യൂട്ടായിട്ട് പോകുന്ന ഒരു കമ്മലും കൂടിയാണ്. ബ്ലാക്ക് കളർ സ്റ്റോൺ, ബ്ലാക്ക് കളറിൽ സിൽവർ കളർ വരുന്ന കമ്മൽസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് നല്ലൊരു ഇയറിംഗ് ആണ്. സ്റ്റഡും എല്ലാം നല്ല ലോങ് ആയിട്ട് കിടക്കുന്നുമില്ല, അങ്ങനെ കിടക്കും. ലൈറ്റ് വെയിറ്റ് ആണ്.
എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഒരു റേറ്റിൽ ഇതിന് 200 റുപ്പീസ് അങ്ങനെ എന്തോ വരുന്നത്. ഞാൻ ഇതിൻ്റെ റേറ്റ്, ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ള കമ്മലും ഞാൻ ഉദ്ദേശിച്ച ഒരു സൈസിലല്ല എനിക്ക് കിട്ടിയത്. ഇതാണ് പാക്കേജിങ് വരുന്നത്. ഇങ്ങനെ നമുക്ക് നല്ലൊരു കമ്മലാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയത്. പക്ഷേ അവർ കാണിച്ച ഫോട്ടോനെക്കാട്ടി കൂടുതൽ ലെങ്ത്ത് കൂടിപ്പോയി. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കോളറുള്ളതും ഗോൾഡൻ കളർ വരുന്ന ഒരു കുർത്ത എടുത്തിട്ടു എന്നതാണ്. അതായത് അതിൻ്റെ ഈ ഒരു ഇയറിംഗ് പീസിൻ്റെ ഭംഗി അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു കുർത്ത ഇടണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മൽ മാത്രമായിട്ട് ഇട്ടിട്ട് പോകണം, നെക്ക് പീസ് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആണോ ചോദിച്ചത്, ലൈറ്റ് വെയിറ്റ് അല്ല, കുറച്ച് ഹെവി ആണ്. കാതിലിടുമ്പോൾ കുറച്ച് വേദനിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ കഴുത്തിലൊന്നും ഇത് ഞാൻ കോളറിൻ്റെ ഇട്ടുപോയി. അതാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഡിസൈനൊക്കെ ഒരു വെറൈറ്റി ഡിസൈനാണ് വരുന്നത്. നല്ലൊരു ഓറഞ്ചും പിങ്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ത്രെഡ് വർക്കാണോ അത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമുക്ക് ഈ കമ്മലൊക്കെ നല്ലതാണോ എന്ന് വെച്ചാൽ ഈ കമ്മലൊക്കെ നല്ലതാണ്. ഈ ഒരു പ്രൈസിൽ കമ്മലൊക്കെ നല്ലതാണ്. പക്ഷേ ചിലർക്ക് ഇത്രയും ലെങ്ത് ആയിട്ടുള്ള കമ്മൽ ഇഷ്ടപ്പെടണം എന്നില്ല. അങ്ങനെയുള്ളൊരു നോക്കി വാങ്ങണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര ലെങ്ത്, ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള അതൊന്നും അല്ല, അതിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടി വലുതായിരിക്കും കേട്ടോ. അങ്ങനെയാണ് എനിക്ക് പറ്റിപ്പോയത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വാങ്ങിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ കാണിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മൽ ഏതാണെന്ന് ഒന്ന് പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു കമ്മലും പിന്നെ ആ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ആ ഒരു ഓക്സിഡൈസ്ഡ് കമ്മലും കൂടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതുപോലത്തെ ഹോൾ വീഡിയോസ്, നിങ്ങൾക്ക് കമ്മലിൻ്റെയും ഡ്രസ്സിൻ്റെയും ഹോൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കമ്മലാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതിലേതെങ്കിലും കമൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മീഷോന്ന് ഇനി ഞാൻ കൂടുതൽ ഹോൾ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണാം. ബൈ.